അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 20 ക്വസ്റ്റ്യൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്തുവാണ് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? എല്ലാവരും താജ്മഹലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ താജ്മഹൽ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? നമ്മുടെ ഷാജഹാനാണ്. ഷാജഹാൻ ആർക്ക് വേണ്ടി? മുംതാസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? താജ്മഹൽ പണി കഴിപ്പിച്ചത്. അപ്പോൾ താജ്മഹൽ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഷാജഹാൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. ഓക്കെ, അപ്പോൾ 10th പ്രിലിംസിന് എല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. താജ്മഹൽ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാനാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഇനി ലോക തൊഴിലാളി ദിനം എന്നാണ്? മെയ് 1. മെയ് 1-നാണ് ലോക തൊഴിലാളി ദിനം എന്നാണ്? മെയ് 1-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. ഏത് സംസ്ഥാനത്തിലാണ് കൂടംകുളം ആണവ നിലയം? ഏതാണ്? കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നോക്കാം. താജ്മഹൽ പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാനാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ലോക തൊഴിലാളി ദിനം എന്നാണ്? മെയ് 1. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് സംസ്ഥാനത്തിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം എന്താണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? നമ്മുടെ PT ഉഷ. PT ഉഷ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓട്ടം അല്ലേ? അപ്പോൾ PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കായിക താരം. ആരാണ്? PT ഉഷ. ഇനി കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്താണ്? സംസ്ഥാന മത്സ്യം ഏതാണ്? അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത് കരിമീനാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. ഏതാണ്? കരിമീനാണ്. എട്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? മഞ്ഞപ്പിത്തം എല്ലാവർക്കും അറിയാം. ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? കരൾ. ഇനി ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്നാണ്? 1857. മറന്നു പോകരുത്. ഇന്ത്യയിലെ 1ാമത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണ്? 1857. ഓക്കെ, ലോകത്ത് ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈന എന്തിലാണ് 1ാമത്? ജനസംഖ്യയിൽ 1ാം സ്ഥാനം. ഫസ്റ്റ് പ്രൈസ് ആർക്കാണ്? ചൈനയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഒന്നും കൂടി പറയാം, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ PT ഉഷയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്നത് കരിമീനാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം ഏതാണ്? കരൾ. 1ാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? 1857. 1857-ലാണ് 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ഇനി ലോകത്ത് ജനസംഖ്യയിൽ 1ാമത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ലോക ജനസംഖ്യയിൽ 1ാമത് നിൽക്കുന്ന രാജ്യം ചൈന. ഇനി ഇന്ത്യ ഗേറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ചോദിക്കുന്നത്. ആരാണത്? ജോസഫ് മുണ്ടശ്ശേരി. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പം എല്ലാത്തിൻ്റെയും മന്ത്രികളെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആരെന്ന് പറഞ്ഞാൽ ജോസഫ് മുണ്ടശ്ശേരി. അങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റ് വകുപ്പ് തലങ്ങളിലേക്ക് മന്ത്രികളെ പറ്റി പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത, എത്ര കിലോഗ്രാമാണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത്? എത്ര കിലോഗ്രാമാണ്? 100 കിലോഗ്രാമാണ്. 1 കിൻഡൽ ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം, അതെല്ലാവർക്കും അറിയായിരിക്കും. ചെറിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത്? ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഏതാണ്? ഗോവ.
ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം, ആരുടെയാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്താണ് നടന്നത്? എവിടെയാണ്? ചമ്പാരൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇനി നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? ഇറ്റ് ഈസ് 100 കിലോഗ്രാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? സത്യാഗ്രഹ സമരം നടന്നത് എവിടെയെന്നാണ്? ഏതാണ്? ചമ്പാരൻ. ഓക്കെ, ദെൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. എന്തിൻ്റെ ആസ്ഥാനം? ഐക്യരാഷ്ട്ര സംഘടന. എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്ക്. ഇനി ഹൈമവത ഭൂവിൽ എന്ന കൃതി രചിച്ചത് ഏതാണ്? ഹൈമവത ഭൂവിൽ എന്ന കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? MP വീരേന്ദ്രകുമാർ. ആരാണ്? MP വീരേന്ദ്രകുമാർ. ഓക്കെ, ഹൈമവത ഭൂവിൽ എന്ന കൃതി രചിച്ചത് ആരാണ്? MP വീരേന്ദ്രകുമാറാണ്. ഹൈമവത ഭൂവിൽ എന്ന കൃതി രചിച്ചത് MP വീരേന്ദ്രകുമാർ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളേവ? കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തത് പാലക്കാടില്ല. ഓക്കെ, പാലക്കാട്, കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, ദെൻ വയനാട്, പത്തനംതിട്ട. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലാണ് എന്തില്ലാത്തത്? പത്തനംതിട്ട. ഇത്രയും സ്ഥലത്ത് എന്തില്ല? കടൽ തീരമില്ല. ഓക്കെ, കടൽ തീരമില്ല. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട. ഓക്കെ, ഇനി നമ്മുടെ കറിയുപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. ഈ കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? സോഡിയം ക്ലോറൈഡ്. എല്ലാവർക്കും അറിയാം. എന്താണ് കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമം? സോഡിയം ക്ലോറൈഡ്. ഓക്കെ, കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡ്. ഇനി വിപ്ലവങ്ങളുടെ രാജാവ് അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്തിൻ്റെയാണ്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഓക്കെ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഒന്നുകൂടെ പറയുവാണ്, എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കാണ്. ഹൈമവത ഭൂവിൽ എന്ന കൃതി രചിച്ചത് MP വീരേന്ദ്രകുമാർ. ഇനി കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട. കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഇത്രയും ഓർക്കാലോ. എന്തൊക്കെയാണ്? താജ്മഹൽ പണികഴിപ്പിച്ചത് ആരാണ്? ഷാജഹാനാണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഇത് ലോക തൊഴിലാളി ദിനം മെയ് 1 അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം കരൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ദെൻ ജനസംഖ്യ ഏറ്റവും കൂടിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ദെൻ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ദെൻ 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. അതെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് എവിടെയാണ്? ചമ്പാരനിലാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഹൈമവത ഭൂവിൽ എന്ന കൃതി രചിച്ചത് MP വീരേന്ദ്രകുമാർ. ദെൻ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് എന്തില്ലാത്ത? കടൽ തീരമില്ലാത്തത്. കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഇത്രയും 20 ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക.